നമസ്കാരം. പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊച്ചിയിൽ മാലിന്യക്കുഴൽ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചത് തമിഴ്നാട് സ്വദേശികളായ രാജു, മാധവൻ എന്നിവർ. സംഭവം അധികൃതരുടെ വീഴ്ച മൂലമെന്ന് ആരോപണം. ദുരന്തശേഷമുള്ള നടപടികളിലും അലംഭാവം. ഗുജറാത്ത് വംശഹത്യയെ തുടർന്ന് വാജ്പേയിയുമായി നരേന്ദ്രമോദി നടത്തിയ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു. ഇക്കാര്യത്തിൽ ഗുജറാത്ത് സർക്കാരിന്റെ അഭിപ്രായം തേടാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം. പ്രധാനമന്ത്രിയെ സോണിയാഗാന്ധി നിയന്ത്രിച്ചുവെന്ന സഞ്ജയ് ബാരുവിന്റെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. രജനീകാന്തിനെ തേടി മോദി ചെന്നൈയിൽ. മോദി കരുത്തനായ നേതാവാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രജനീകാന്ത്. PC ജോർജിന് മറുപടിയുമായി രമേശ് ചെന്നിത്തല. പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന പ്രസ്താവനകൾ നേതാക്കൾ ഒഴിവാക്കണമെന്ന് ചെന്നിത്തല. ഇടുക്കി മണ്ഡലത്തിലെ കൊച്ചുകരുന്തരവി ബൂത്തിൽ റീപോളിംഗിൽ 72.2% പോളിംഗ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കൊച്ചി ടീം സച്ചിന്. കൊൽക്കത്ത ടീം സൗരവ് ഗാംഗുലിയും ലേലത്തിൽ പിടിച്ചു. സൽമാൻ ഖാൻ, രൺബീർ കപൂർ, ജോൺ അബ്രഹാം എന്നിവർക്കും ടീമുകൾ. ഫുട്ബോൾ ലീഗ് IPL മാതൃകയിൽ. സ്പെഷ്യൽ എഡിഷനിലേക്ക് വിശദമായി. കൊച്ചിയിൽ മാലിന്യക്കുഴൽ ശുചിയാക്കാനിറങ്ങിയ 2 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ രാജു, മാധവൻ എന്നിവരാണ് മരിച്ചത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ തൊഴിലാളികളെ കുഴലിൽ ഇറക്കിയതാണ് അപകടത്തിന് കാരണമായത്. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള മാലിന്യക്കുഴലിൽ രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ഡിണ്ടിക്കൽ സാഹാർപെട്ടി സ്വദേശികളായ രാജുവും മാധവനും കഴിഞ്ഞ കുറേ മാസങ്ങളായി കരാറുകാരന് കീഴിൽ ഈ ജോലി ചെയ്യുന്നുണ്ട്. മാലിന്യക്കുഴലിൽ തടസ്സമൊഴിവാക്കാൻ ആദ്യം മാധവനാണ് ഇറങ്ങിയത്. കുറച്ചു കഴിഞ്ഞിട്ടും മാധവനെ കാണാതായപ്പോൾ രാജു പിറകെ ഇറങ്ങി. പിറകെ വന്ന തൊഴിലാളികളാണ് മാധവനെ മരിച്ച നിലയിലും രാജുവിനെ അബോധാവസ്ഥയിലും ആശുപത്രിയിലെത്തിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രാജു 10 മിനിറ്റിനകം മരിച്ചു. ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കണം മാലിന്യക്കുഴൽ പരിശോധനയെന്നാണ് ചട്ടം. തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും നൽകണം. എന്നാൽ സംഭവ സമയത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായില്ലെന്ന് മാത്രമല്ല, ആശുപത്രിയിൽ പോലും ഉദ്യോഗസ്ഥർ എത്തിയില്ല. ഈ 2 വർക്കേഴ്സ് മാൻഹോളിനുള്ളിൽ ഇറങ്ങി ഓക്സിജൻ കിട്ടാതെ മരിച്ചിരിക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് അവിടെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാവണം. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മെച്ചപ്പെട്ട ജീവിതം തേടിയാണ് രാജുവും മാധവനും കേരളത്തിലെത്തിയത്. എന്നാൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ കെടുകാര്യസ്ഥത ജീവനെടുത്താണ് ഇവരെ മടക്കി അയക്കുന്നത്. അപകടം നടന്ന കൊളംബോ ജംഗ്ഷനിൽ നിന്നും ക്യാമറാമാൻ ഉമ്മർ എടപ്പാളിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1. സാമൂഹ്യ പ്രവർത്തകയായ അഡ്വക്കേറ്റ് TB മിനി കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം AITUC-യുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിച്ച യൂണിയൻ്റെ സെക്രട്ടറി ബോബി തോമസ്, അദ്ദേഹവുമുണ്ട് കൊച്ചി സ്റ്റുഡിയോയിൽ. ഡോക്ടർ തോമസ് ഐസക് MLA അടക്കമുള്ളവരെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ബോബി തോമസ്, ഒഴിവാക്കാമായിരുന്ന ദുരന്തമാണോ കൊച്ചിയിലുണ്ടായത്? അല്ലെങ്കിൽ ഇത്തരം തൊഴിലിടങ്ങളിൽ സ്വാഭാവികമായി തന്നെ ദുരന്തങ്ങൾ നമുക്ക് തടയാൻ പറ്റാത്ത വിധം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള ഒന്നാണോ, അല്ലെങ്കിൽ നമുക്ക് തടയാമായിരുന്നൊരു ദുരന്തമാണോ കൊച്ചിയിലുണ്ടായത്? അതെ, തീർച്ചയായും കൊച്ചിയിലുണ്ടായ ദുരന്തം എന്ന് പറഞ്ഞാൽ രാജുവും മാധവനും എന്ന് പറയുന്ന 2 തൊഴിലാളികൾ, തമിഴ്നാട്ടിലെ തൊഴിലാളികൾ, അവർ ഈ അന്യസംസ്ഥാനത്തു നിന്ന് പ്രത്യേകമായിട്ട് കേരളത്തിലെത്തുന്ന തൊഴിലാളികളൊക്കെ തന്നെ അവർ ഈ തൊഴിലുകളൊന്നും ചെയ്യാനുള്ള സ്കില്ലുകൾ അവർക്ക് ഇല്ല, അല്ലെങ്കിൽ ഇത്തരം തൊഴിലുകൾ ചെയ്ത് ശീലിച്ചിട്ടുള്ളവരല്ല. അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആണ് പ്രധാനമായും അത്തരം പണികൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഈ തൊഴിൽ സംബന്ധമായ അല്ലെങ്കിൽ പ്രിക്കോഷണറി ആയിട്ടുള്ള ഒരു ഇതും എടുക്കാതെയാണ് അവരെ. മാത്രമല്ല, ഇത് ഒരു ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്, ഈ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഓട വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കാന വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അതൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത് വരുത്തിവെച്ച ദുരന്തമാണ്. ഇത് മറ്റ് സംസ്ഥാനത്തു നിന്ന് കേരളത്തിൽ പണിയെടുക്കാൻ എത്തുന്ന തൊഴിലാളികളോടുള്ള കേരളത്തിലെ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു മനോഭാവമാണ് ഇത്തരം വീഴ്ച, ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിൽ ഇത് ദിവസേന എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദുരന്തങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനാണ് ഇതിൻ്റെ അകത്തെ പ്രിൻസിപ്പൽ എംപ്ലോയർ എന്ന് പറയുന്നത്. കോർപ്പറേഷൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും
അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടുന്ന എല്ലാത്തരം കോമ്പൻസേഷനുകളും അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ നിയമപരമായി ലഭിക്കേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഈ സർക്കാരിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് ഏറ്റെടുപ്പിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളിലേക്ക് പോകുവാൻ അടക്കമുള്ള കാര്യങ്ങൾ ATUC ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. തിരിച്ചു വരാം ശ്രീ ബോബി തോമസ്. ശ്രീമതി TB മിനി, ഇത്തരം തൊഴിലിടങ്ങളിൽ സ്വാഭാവികമായും ബുദ്ധിമുട്ട് പിടിച്ച തൊഴിലാണ്. സാധാരണഗതിയിൽ മലയാളികളായ ആളുകൾ ചെയ്യാൻ മടിക്കുന്ന തൊഴിലുമാണ്. അതിന് അപകട സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു അപകടം, 2 പേർ മരിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ സമൂഹം പുലർത്തുന്ന, നമ്മുടെ നാട് പുലർത്തുന്ന ഈ നിസ്സംഗ മനോഭാവം ന്യായീകരിക്കാവുന്നതാണോ? ഒരിക്കലുമല്ല. അതിൽ പ്രധാന വിഷയം ഇത് കോർപ്പറേഷൻ്റെ തൊഴിലല്ല, ഇത് വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തൊഴിലാണ്. വാട്ടർ അതോറിറ്റി കോൺട്രാക്ടേഴ്സിനെ ഏൽപ്പിച്ചിട്ട് കോൺട്രാക്ടേഴ്സാണ് യഥാർത്ഥത്തിൽ ഈ പണി ചെയ്യുന്നത്. ഇങ്ങനെ പണി ചെയ്യുമ്പോഴും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം, ഇത് എന്താണെന്ന് അറിയണം. ഇത് മാലിന്യം, വീടുകളിൽ നിന്നുള്ള കക്കൂസ് നുള്ള വെള്ളവും മാലിന്യവും പോകുന്ന കുഴലാണ്. ഈ കുഴലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൽ ഒരുപാട് വാതകങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് മീഥെയ്ൻ എന്ന് പറയുന്ന വാതകം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും അറിയാവുന്നവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥർ ഇത് ടെസ്റ്റ് നടത്തി അവിടെ എന്തൊക്കെ വാദങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്തരം തൊഴിലാളികളെ ഇറക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണോ അവിടെ നിലനിൽക്കേണ്ടത് എന്ന് പരിശോധിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കെതിരായിട്ടുള്ള അവർക്ക് കോമ്പൻസേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമായിരിക്കുമ്പോൾ തന്നെ മരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടിരുന്നത്. ഇനി മരിച്ച് ഇപ്പോൾ ആരെയും കാണിക്കാതെ വളരെ പെട്ടെന്ന്, സാധാരണ നമ്മൾ ഞായറാഴ്ച ദിവസമൊന്നും ഈ പോസ്റ്റ്മോർട്ടം നടക്കാറില്ലാത്ത, വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അവരുടെ സ്ഥലത്തേക്ക്, അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നേരത്തെ ഇപ്പോൾ നമ്മൾ കുറേ നാൾ നമ്മൾ നടത്തിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആളുകൾ വരികയും ലേബർ DLO, എൻഫോഴ്സ്മെൻറ്റ് DLO വരികയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഇവരുടെ ആൾക്ക് അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും അവർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ കെട്ടിവെച്ച ശേഷം മാത്രമേ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കാറുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ വളരെ നേരത്തെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളൊക്കെ നടത്തിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതിനെ ഭയന്നിട്ട് തന്നെയാണ് അധികാരികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിഷയത്തിൽ കുറച്ചും കൂടി ജാഗ്രത പുലർത്തുന്നു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ തമിഴ് സ്വദേശികളായിട്ടുള്ള ഇത്തരം ആളുകളെ ഒരു അന്യസംസ്ഥാന തൊഴിലാളികളുടെ പോലും ഗണത്തിൽപ്പെടുത്താതെ വലിയ രീതിയിലുള്ള തൊഴിൽ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വാട്ടർ അതോറിറ്റി തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റോ പോലെ നമുക്ക് ഇതിനെ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞത് ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഈ വർക്ക് ഇങ്ങനെ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്, എന്താണ് വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് വരുന്ന ചിലവ്, ഈ തൊഴിലാളി കൊടുക്കുന്ന കൂലി എത്ര, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എത്ര, ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്താണ്, അടിയന്തരമായി അവർക്കെതിരെ എന്ത് നടപടി സർക്കാർ എടുത്തു, ഇത്തരം വിഷയങ്ങളും കൂടി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീമതി TB മിനി താങ്കളിലേക്ക്. ഡോക്ടർ തോമസ് ഐസക്, മുൻ മന്ത്രി, CPIM നേതാവ്, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കെ തന്നെ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് ആയിരക്കണക്കിന് സംഘടനകളുള്ള കേരളത്തിൽ ഒരു ചെറിയ പ്രസ്താവന പോലും ഇത് സംബന്ധിച്ചുണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ അസംഖ്യമായിട്ടുള്ള സാമൂഹ്യ സംഘടനകളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടായിരിക്കണം അത്? ടെലിവിഷൻ ചാനലുകളിൽ ഇന്ന് രാവിലെ മുതൽ ഈ ദൃശ്യങ്ങൾ പോകുന്നുണ്ട്. ആളുകളിരുന്ന് കരയുന്നു. ഈ മലയാളി അടുത്തു പോകാൻ മടിക്കുന്ന ഒരു മാലിന്യക്കുഴലിനകത്തേക്ക് മലയാളിയുടെ മാലിന്യം നീക്കുന്ന കാര്യം അതിനുവേണ്ടി ഇറങ്ങിയ 2 ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മരണം അങ്ങേയറ്റം വലിയ നിസ്സംഗത സമൂഹത്തിൽ സൃഷ്ടിക്കുന്നു എന്നത് അപകടകരമായ വസ്തുതയല്ലേ? എന്തുകൊണ്ടാകണം ആ നിസ്സംഗത കൊണ്ട് തന്നെയാകുമോ സർക്കാർ സംവിധാനങ്ങൾ ഇതിൽ ഒരു പ്രതികരണവും നടത്താതെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന തോന്നൽ പോലും ഇല്ലാതെ ഇരിക്കുന്നത്? അതുകൊണ്ടാകുമോ? ഇത് നമുക്ക് വലിയ നാണക്കേടാണ്.
ഇത്രയേറെ പുരോഗമന പാരമ്പര്യമുള്ള കേരളത്തില് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന നിസ്സംഗ മനോഭാവം, സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ളവർ എടുക്കുന്ന നിസ്സംഗ മനോഭാവം, തൊഴിലാളി യൂണിയനുകൾ എടുത്തു വരുന്ന ഒരു നിലപാട്, ഇത് യഥാർത്ഥത്തിൽ അങ്ങേറ്റം പിന്തിരിപ്പനാണ്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്ക് എല്ലാം എതിരായിട്ടുള്ള ഒരു സമീപനമാണ്. ഇത് ഒന്ന് മറ്റ് പുറത്തുനിന്ന് വരുന്നവരോടുള്ള ഒരു അവജ്ഞയുടെ പ്രശ്നമുണ്ട്. പുറത്തുനിന്ന് ജോലിക്ക് ഇപ്പൊ നമ്മളിവിടുന്ന് എല്ലായിടത്തും ഉള്ളതാണ്. നമ്മളിവിടുന്ന് ഗൾഫിൽ എടുക്കുമ്പോൾ ഗൾഫിലുള്ളവരുടെ നമ്മുടെ സമീപനം ആ ഗൾഫ് സമൂഹത്തോട് അതിൽ ലയിച്ച് ഉൾച്ചേരാൻ നമ്മൾ അനുവദിക്കാത്ത ഒന്നാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളിവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ വല്ല സ്ഥിരതാമസമായി പോയാലോ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇവരെത്തിയാക്കരുത്, അവരെ മാറ്റി നിർത്തണം, ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയിക്കോണം എന്നുള്ള ഒരു മനോഭാവവും കാഴ്ചപ്പാടുമാണ് ഈ ഭരണാധികാരികൾക്ക് പോലും ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണമാണ്. ഈ പുറത്തുനിന്ന് വന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്, തൊഴിലെടുപ്പിക്കുന്നവർ നടത്തേണ്ട കാര്യങ്ങൾ എന്ത് തുടങ്ങിയിട്ടുള്ളതെല്ലാം ഉൾക്കൊള്ളണം. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, രണ്ട് അവർക്കുള്ള ക്ഷേമ വെൽഫെയർ മെഷേഴ്സ്. ഡോക്ടർ തോമസ് ഐസക്, 2010 ഇടത് സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു കേരള കുടിയേറ്റ തൊഴിലാളി നിയമമോ മറ്റോ അങ്ങനെ നിയമങ്ങൾ നിലവിൽ തന്നെ ഇല്ലേ? അത് ആളുകൾ ആ രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു അത്തരം കാര്യങ്ങളല്ലേ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്? നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്തേ ഉള്ളൂ, നിയമം പാസ്സായിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ സംബന്ധിച്ച് ഞാനൊരു പ്രമേയം അവതരിപ്പിക്കുകയും നിയമമന്ത്രി വളരെ വിശദമായിട്ട് അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. നല്ലൊരു ഇനീഷ്യേറ്റീവ് തിരുവനന്തപുരം ലോ കോളേജ് എടുത്തിരുന്നു. അവര് ഇതിന്റെ ഒരു മോഡൽ ബില്ല് തന്നെ തയ്യാറാക്കി വളരെ ഉൾക്കാഴ്ചകൾ നൽകുന്ന 2 ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. അപ്പോ നിയമ നിർമ്മാണം എന്ന് പറയുന്നത് അതിന്റെ ഫലപ്രദമായ ചട്ടക്കൂടി ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഇന്നുള്ള നിയമങ്ങൾ പോരാ, ലേബർ നിയമങ്ങൾ പോരാ. ഇവരുടെ പ്രത്യേകമായ പ്രശ്നങ്ങളോട് സംവദിക്കുന്ന അല്ലെങ്കിൽ കണക്കിലെടുക്കുന്ന നിയമനിർമ്മാണം അനിവാര്യമാണ്. അതില് കേരള സർക്കാരിന് റെഗുലേറ്റർ നിലയിൽ മുഖ്യമായ ചുമതല വന്നുചേരും. അതുപോലെ തന്നെ ഇതിന്റെ എംപ്ലോയർക്ക് ഉണ്ടാവണം. ഇത് ആൾക്കാരെ ക്രിമിനൽസിനും മറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഐഡന്റിഫിക്കേഷന് വേണ്ടിയുള്ള നിയമനിർമ്മാണമേ അല്ല, ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമായിരിക്കും.